എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി എന്ന സ്കീം വഴി നമുക്കെല്ലാം തന്നെ വർഷം 6000 രൂപയും അതും 2000 രൂപയുടെ 3 ഗഡുക്കളായിട്ട് അക്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതുകൂടാതെ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടി സബ്സിഡി ലഭ്യമാകാനായിട്ട് പോവുകയാണ്. 75,000 രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക വികസന വകുപ്പും ലോക ബാങ്കും പ്രത്യേകം ധനസഹായമായിട്ട് അനുവദിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കൃഷിസ്ഥലമായിരിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. അതും ആദ്യം സൂചിപ്പിച്ചതുപോലെ വർഷം 6000 രൂപ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത്. ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളനാശം സംഭവിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വിളനാശ പരിഹാരം എന്ന രീതിയിൽ നഷ്ടപരിഹാരമായിട്ടൊക്കെ തന്നെ നിശ്ചിത തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് കേര എന്ന് പറയുന്ന ഒരു പദ്ധതി ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുവാനായിട്ട് പോവുകയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലകളിലെല്ലാം തന്നെ ഉടനീളം ഈ പദ്ധതി വ്യാപകമാക്കുന്നതാണ്. അതായത് ആദ്യഘട്ടത്തിൽ 6ന് മുകളിൽ ജില്ലകളിലായിരിക്കും ഇതിന്റെ അപേക്ഷ വയ്ക്കുവാനായിട്ട് അവസരമൊരുക്കുക. ആ ജില്ലകളിൽ കൃഷിഭൂമിയുള്ള കർഷകർക്ക് അവർക്ക് നിശ്ചിത കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ധനസഹായമായിട്ടായിരിക്കും ഇവരുടെ ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലോക ബാങ്കിന്റെ കൂടി ധനസഹായത്തോടുകൂടി സംസ്ഥാന കാർഷിക വികസന വകുപ്പും കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു ധനസഹായം കൈമാറുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ റബ്ബർ കൃഷിയാണ് ഉള്ളതെന്ന് കരുതുക. എങ്കിൽ ഹെക്ടർ ഒന്നിന് 75,000 രൂപയായിരിക്കും സാമ്പത്തിക ധനസഹായമായിട്ട് പ്രത്യേക സബ്സിഡി ആയിട്ട് അനുവദിക്കപ്പെടുക. ഇനി അതോടൊപ്പം തന്നെ കാപ്പി കൃഷിയാണ് ഉള്ളത് എങ്കിൽ നമുക്ക് ലഭിക്കുന്ന ധനസഹായം അത് 1 ലക്ഷം രൂപയായിരിക്കും. അത് ഹെക്ടർ ഒന്നിന് എന്ന രീതിയിലായിരിക്കും ഈ തുകയുടെ വിതരണം നടക്കുന്നത്. ഇനി ഏലം കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ അവർക്ക് ഹെക്ടർ ഒന്നിന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ധനസഹായം അനുവദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ വളരെ വൈകാതെ തന്നെ, അതായത് ജൂൺ മാസത്തിന്റെ ഒടുവിലോടുകൂടി അല്ലെങ്കിൽ ജൂലൈ മാസത്തിന്റെ ആദ്യ വാരത്തോടുകൂടി തന്നെ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് നിലവിലിപ്പോൾ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. കേര പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ സമയത്ത് കേര പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കേര പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ച ആ ഒരു സമയത്ത് ഇതിലേക്ക് ലോക ബാങ്ക് അനുവദിച്ച ഫണ്ട് അത് വകമാറ്റി എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങളും വാർത്തകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു പദ്ധതിക്ക് ഒരുപാട് ക്ഷീണം വരുത്തി വയ്ക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പരിഹരിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയോടുകൂടിയായിരിക്കും സർക്കാർ നടപ്പിലാക്കുന്നത്. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കൃഷിഭൂമിയുള്ള കർഷകരെല്ലാവരും തന്നെ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഈ വർഷത്തെ കരമടയ്ക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ കരമടച്ച നികുതി രസീത് അത് പുതുക്കിയെടുക്കേണ്ടതാണ്. ഇനി ഇതുകൂടാതെ തന്നെ നിങ്ങളുടെ കൈവശമുള്ളത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാറാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആധാറുമായി ബാങ്ക് അക്കൗണ്ട് സീഡാണോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ്. വിവിധ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്ത് അപേക്ഷിക്കുമ്പോൾ ആധാർ അധിഷ്ഠിത വിതരണ രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എല്ലാം തന്നെ വളരെ സുഗമമായിട്ട് ലളിതമായിട്ട് തന്നെ സുതാര്യതയോടുകൂടി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ കേര എന്ന് പറയുന്ന പദ്ധതിയെ പറ്റി മറ്റ് വിശദാംശങ്ങൾ നമുക്ക് തുടർന്ന് മറ്റ് വീഡിയോകളിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.